നമസ്കാരം. KCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ലഭിച്ച ദേശീയ അംഗീകാരത്തിൽ വലിയ സന്തോഷമെന്ന് സ്ഥാപന മേധാവി ഡോക്ടർ M സുരേന്ദ്രൻ. 2025 മികച്ച ഗവേഷണ കേന്ദ്രമായാണ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. ചങ്ങനാശ്ശേരിയിൽ രണ്ടിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 7 പേർക്ക് പരിക്ക്. 2 അപകടങ്ങളും ഉണ്ടായത് ഞായറാഴ്ച രാത്രിയിൽ. AC റോഡിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ഗുരുതര പരിക്ക്. പത്തനംതിട്ട ഓമല്ലൂരിൽ തെരുവുനായ ആക്രമണം. 3 വയസ്സുകാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച് തെരുവുനായ. കണ്ണിന് ഗുരുതര പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകളിലേക്ക് വിശദമായി. മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ലഭിച്ച ദേശീയ അംഗീകാരത്തിൽ വലിയ സന്തോഷമെന്ന് സ്ഥാപന മേധാവി ഡോക്ടർ M സുരേന്ദ്രൻ. 2025 ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രമായാണ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. അഖിലേന്ത്യാ ഏകോപിത നെല്ല് ഗവേഷണ പദ്ധതിയിൽ ദേശീയ തലത്തിൽ 2025 ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രമായി സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി, സോയിൽ സയൻസ് എന്നീ വിഭാഗങ്ങൾക്ക് ഏറ്റവും മികച്ച ഗവേഷണത്തിനുള്ള ദേശീയ അംഗീകാരമാണ് ലഭിച്ചത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്കും മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിനും മറക്കാനാകാത്ത ഒന്നാണ് ഈ നേട്ടമെന്ന് സ്ഥാപന മേധാവി ഡോക്ടർ M സുരേന്ദ്രൻ പറഞ്ഞു. ഈ ഗവേഷണ കേന്ദ്രം 1940 തുടങ്ങിയ ഗവേഷണ കേന്ദ്രമാണ്. അന്ന് ഇതിന് പേര് പാഡി ബ്രീഡിംഗ് സ്റ്റേഷൻ എന്നാണ്. ഈ ഏരിയയിൽ തന്നെ പ്രോബ്ലം സോൺ എന്നാണ് പറയുന്നത്. ഈ പ്രോബ്ലം സോൺ അതായത് എപ്പോൾ വേണമെങ്കിൽ വെള്ളപ്പൊക്കം സംഭവിക്കാം, ഉപ്പുവെള്ളം കയറാം. അങ്ങനെയുള്ള ഒരു നെൽകൃഷി ചെയ്യുന്നതാണ്. ലോകത്തിൽ ഏറ്റവും മികച്ച സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഗവേഷണ കേന്ദ്രം 40 തുടങ്ങി 72 യൂണിവേഴ്സിറ്റിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. അന്ന് ആൾ ഇന്ത്യ കോർഡിനേറ്റഡ് റൈസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നാഷണൽ തലത്തിൽ തുടങ്ങിയപ്പം ഈ ഗവേഷണ കേന്ദ്രത്തിൽ 5 സയന്റിസ്റ്റിനെ ആ ഗവേഷണത്തിന്റെ കീഴിലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നാഷണൽ ലെവലിൽ എല്ലാ വർഷവും ഇത് നടക്കുന്നതാണ്. നാഷണൽ ലെവലിൽ മികച്ച ഗവേഷണ കേന്ദ്രം സെലക്ഷൻ. അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പം കഴിഞ്ഞ വർഷത്തിന്റെ ഏറ്റവും മികച്ച ദേശീയ തലത്തിലുള്ള ഐക്രിപ്പ് സെന്റർ ഓവറാൾ ആൾ ഇന്ത്യ കോർഡിനേറ്റഡ് റൈസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഓൺ റൈസ് ക്രോപ്പിൽ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രമാണ്. നമ്മൾ നാഷണൽ ലെവലിൽ മികച്ച ഗവേഷണമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നെൽകൃഷിയിലെ വിവിധ പരീക്ഷണങ്ങളോടൊപ്പം കർഷകരുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരങ്ങൾ നൽകുന്നതിനും കേന്ദ്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സ്ഥാപന മേധാവിയായ ഡോക്ടർ M സുരേന്ദ്രൻ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ നിമ്മി ജോസ്, ഡോക്ടർ ബിജു ജോസഫ്, ഡോക്ടർ ജ്യോതി സാറ ജേക്കബ്, ഡോക്ടർ ബിന്ദു PS, ഗായത്രി P, ഡോക്ടർ വിനി മേരി സക്കറിയ എന്നിവരടങ്ങുന്ന സംഘം കുട്ടനാട്ടിൽ നെൽകൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിച്ചെടുക്കുന്നതിൽ പങ്കാളികളാണ്. ഗവേഷണ കേന്ദ്രത്തിൽ കാലാകാലങ്ങളായി സേവനമനുഷ്ഠിച്ച ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അർപ്പണ മനോഭാവവും കർമ്മനിരതയും ചിട്ടയായ പരീക്ഷണ പാഠവുമാണ് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നത്. പുതിയ നെൽവിത്തിനങ്ങളോടൊപ്പം കർഷകർക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറി വിത്തുകളും ജൈവക നിയന്ത്രണ ഉപാധികളും സാങ്കേതിക ഉപദേശങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ്. ഏപ്രിൽ 17 മുതൽ 20 വരെ ഒറീസയിൽ ഘട്ടക്കിലെ ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ വാർഷിക അവലോകന മീറ്റിംഗിലാണ് അംഗീകാരം ലഭ്യമായത്. ചങ്ങനാശ്ശേരി റെയിൽവേ ജംഗ്ഷനിൽ കാർ അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് പരിക്ക്. ഏനാച്ചിറ ശ്രീജി വില്ലയിൽ ശ്രീകുമാർ, ഗീത, ദിവ്യ, കീർത്തി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30 അപകടമുണ്ടായത്. ബൈപ്പാസ് റോഡിലൂടെ കോട്ടയം ഭാഗത്തു നിന്നെത്തിയ കാർ നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെടുകയായിരുന്നു. തലകീഴായി മറിഞ്ഞുകിടന്ന കാറിൽ നിന്ന് ശ്രമകരമായാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. സമീപത്തെ തട്ടുകടയിലെ ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യാത്രക്കാർ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൂവത്ത് ബൈക്കിടിച്ച് റോഡ് കുറുകെ കടന്ന കാൽനട യാത്രക്കാരിക്കും ബൈക്കിൽ യാത്ര ചെയ്ത യുവാക്കൾക്കും പരിക്ക്.
ഞായറാഴ്ച രാത്രി 8-നായിരുന്നു അപകടം. ചങ്ങനാശ്ശേരി പൂവം AC നഗറിലെ താമസക്കാരിയായ സന്ധ്യ സജിക്കാണ് ഗുരുതര പരിക്കേറ്റത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8-നായിരുന്നു അപകടം. സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടക്കുന്നതിനിടെ സന്ധ്യ അപകടത്തിൽപ്പെടുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ പാമ്പാടി സ്വദേശികളായ യുവാക്കൾക്കും ഗുരുതര പരിക്കുണ്ട്. നിയന്ത്രണം നഷ്ടമായ ബൈക്ക് നടപ്പാതയും കടന്നുപോയാണ് വീണത്. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു വീണു. നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൻ്റെ പ്രധാന കാരണം ടൂ വീലർ അടക്കവും ഓട്ടോറിക്ഷകളടക്കം ഈ അപകടത്തിൽപ്പെടുന്നത് വഴിവിളക്കിൻ്റെ അഭാവം മൂലമാണ് വിഷയങ്ങൾ ഈ അപകടങ്ങളുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വർഷത്തിന് മുകളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ഇതനുസരിച്ച് 5 കിലോമീറ്റർ വരുന്ന സ്ഥലത്ത് വഴിവിളക്ക് കത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി, എറണാകുളത്തുള്ള ഗിഫ്റ്റി കമ്പനി എന്ന് പറയുന്ന കമ്പനി 5 കിലോമീറ്റർ നീളത്തിലുള്ള മുഴുവൻ പോസ്റ്റുകളിലും വഴിവിളക്ക് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിപാലനവും കറണ്ട് ചാർജ് ഉൾപ്പെടെ അടയ്ക്കുന്ന സംവിധാനത്തിൽ ചെയ്യാവുന്ന രീതിയിൽ വരികയും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് കൊട്ടാരക്കര KSTPയുടെ ഇയുടെയും അതുപോലെ തന്നെ KSTPയുടെ പ്രോജക്റ്റ് ഡയറക്ടർ തിരുവനന്തപുരത്തെ ഡയറക്ടറുമായി നിലവിലെ അന്നത്തെ MLA ആയിരുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLAയുമായി ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂറിനടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ഒരു 6 മാസത്തിനുള്ളിൽ ഈ വഴിവിളക്ക് മൊത്തം AC റോഡിൽ മൊത്തം ഇടും, അതുകൊണ്ട് വേറെ ആർക്കും ഇങ്ങനെ ലൈറ്റ് ഇടുന്നതിനുള്ള അനുവാദം കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. പക്ഷേ പറഞ്ഞിട്ടിപ്പോൾ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ലൈറ്റ് ഈ പ്രധാന റോഡ് ഭാഗങ്ങളിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വിട്ടിട്ടില്ല. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ വീട്ടിൽ കയറി തെരുവുനായ കടിച്ചു കീറി. കുട്ടിയുടെ കണ്ണിനും മുഖത്തും പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സുകന്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. അടുക്കള വാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കുഞ്ഞിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മെയ് 14 മുതൽ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും മുകളിലായി ഒരു ചക്രവാത ചുഴിയും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ കേന്ദ്രം മുതൽ തെക്കൻ തമിഴ്നാട് വഴി തെക്കൻ ലക്ഷദ്വീപ് വരെ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മുതൽ 4.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ ന്യൂനമർദ്ദപ്പാത്തിയും തീരദേശ കർണാടക വഴി മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ വരെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദപ്പാത്തിയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മെയ് 14 മുതൽ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചങ്ങനാശ്ശേരി നഗരത്തിന് നാടക രാവുകൾ സമ്മാനിച്ച് ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര ഇടിമണ്ണിക്കൽ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം യവനിക സീസൺ 5 തുടക്കമായി. ചെത്തിപ്പുഴ സർഗക്ഷേത്ര അങ്കണത്തിലെ വെങ്ങാന്തറ VC ജോൺ നഗറിൽ തയ്യാറാക്കിയ പന്തലിൽ ആരംഭിച്ച നാടകോത്സവം ബോളിവുഡ് ഛായാഗ്രാഹകൻ സന്തോഷ് തുണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. നാടകകലയെയും നാടക പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചങ്ങനാശ്ശേരി സർഗക്ഷേത്രയുടെയും ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. യവനിക എന്ന പേരിൽ സീസൺ 5 ചെത്തിപ്പുഴ സർഗക്ഷേത്ര അങ്കണത്തിലെ വെങ്ങാന്തറ VC ജോൺ നഗറിൽ തയ്യാറാക്കിയ പന്തലിൽ തുടക്കമായത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ കേരളത്തിലെ പ്രമുഖ സമിതികളുടെ നാടകങ്ങൾ അരങ്ങിലെത്തും. ബോളിവുഡ് ഛായാഗ്രാഹകൻ സന്തോഷ് തുണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. സർഗക്ഷേത്ര രക്ഷാധികാരി ഫാദർ തോമസ് കല്ലുകളം CMI അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളം CMI, നടൻ പ്രമോദ് വെളിയനാട്, ഫൈൻ ആർട്സ് സൊസൈറ്റി ചെയർമാൻ ജോർജ് വർക്കി, കൺവീനർ ജിജി കോട്ടപ്പുറം, ജോൺ പാലത്തിങ്കൽ, ജോസ് ജോസഫ്, MA ആന്റണി, ബ്രദർ ജോർജ് തടത്തിൽ,
വർഗീസ് ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകം അവതരിപ്പിച്ചു. സത്യം പറയാലോ ആ കോച്ചിൽ വോളിബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടായി. എന്റെ മുഖത്തേക്കൊക്കെ ശരിക്കും നോക്കിയേ ഏർപ്പാടത്. ഒരാളൊരു കാര്യം പറയുമ്പോ അത് മുഴുവൻ കേട്ടിട്ട് വേണ്ട. ഞായറാഴ്ച തൃശൂർ സദ്ഗമ്മയുടെ സൈറൺ അരങ്ങിലെത്തും. തിങ്കളാഴ്ച വടകര വരദയുടെ ഇരുട്ടിന്റെ ആത്മാവ്, ചൊവ്വാഴ്ച ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ പത്തനാപുരത്തിന്റെ ഗാന്ധി, ബുധനാഴ്ച തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ വംശം, വ്യാഴാഴ്ച തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം, വെള്ളിയാഴ്ച കൊല്ലം അയനം നാടകവേദിയുടെ ഒറ്റമുറിയിലെ പെണ്ണ് എന്നീ നാടകങ്ങൾ വേദിയിലെത്തും. മികച്ച നാടകങ്ങൾക്ക് 50,000, 30,000 എന്നീ ക്രമത്തിൽ സമ്മാനത്തുകയും നൽകും. മികച്ച സംവിധായകൻ, പശ്ചാത്തല സംഗീതം, കാണികൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രിയ നാടകം, മികച്ച നടൻ, മികച്ച നടി, മികച്ച രചന, മികച്ച രംഗസജ്ജീകരണം, മികച്ച രണ്ടാമത്തെ നടൻ, മികച്ച രണ്ടാമത്തെ നടി എന്നിവർക്കും പ്രത്യേകം ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും. മെയ് 17 വൈകുന്നേരം 6:15 സമാപന സമ്മേളനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. ചലച്ചിത്ര താരം സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയാകും. തുടർന്ന് കായംകുളം KPSCയുടെ ഭഗവതി എന്ന നാടകം അവതരിപ്പിക്കും. സർഗക്ഷേത്ര കൾച്ചറൽ ചാരിറ്റബിൾ അക്കാദമിക് മീഡിയ സെന്ററിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതരായ വിധവയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സർഗഭവന പദ്ധതിയും നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. തിരികെ വാർത്തകളിലേക്ക്. ഗ്രാമീണ ടൂറിസത്തിനുള്ള വലിയ സാധ്യത തുറന്നു നൽകാൻ കഴിയുന്ന പ്രദേശമാണ് ചങ്ങനാശ്ശേരി ചീരൻചിറ ഇടത്തറക്കടവ്. വൈകുന്നേരങ്ങളിൽ ചൂണ്ടയിടാനും കാറ്റുകൊള്ളാനും സൂര്യാസ്തമയം കാണാനുമൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. എന്നാൽ ഇത് തിരിച്ചറിയുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൃഷി നിലച്ചെങ്കിലും റോഡിന് ഇരുവശത്തെയും പാടശേഖരം പച്ച വിരിച്ചു കിടക്കുന്നു. നടുവിലൂടെ ഒഴുകുന്ന ചെറിയ തോട്, അതിൽ താറാവിൻ കൂട്ടങ്ങൾ, റോഡിന് ഇരുവശവും ചെടികൾ, വഴിയിലേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന ചെറിയ മരങ്ങൾ. ഒരു ക്യാൻവാസിൽ പകർത്തുന്ന ചിത്രം പോലെയാണ് ചീരൻചിറ ഇടത്തറക്കടവിലെ കാഴ്ചകൾ. അവധിക്കാലമായതോടെ വൈകുന്നേരങ്ങളിൽ ചൂണ്ടയിടുവാനും കാറ്റുകൊള്ളുവാനും സൂര്യാസ്തമയം കാണുവാനും നാട്ടുകാർ ഒത്തുകൂടുന്ന ഇടം. കൂടെ നാടൻ പലഹാരവും ചായയുമായി ചെറിയ കടകളും സജീവം. ഗ്രാമീണ ടൂറിസത്തിനുള്ള വലിയ സാധ്യതകളാണ് ഇടത്തറക്കടവിനുള്ളത്. ഇത് തിരിച്ചറിയുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. വാഴപ്പള്ളി പഞ്ചായത്തിന്റെയും വാകത്താനം പഞ്ചായത്തിന്റെയും അതിർത്തി ഭാഗമാണ്. ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി മണ്ഡലങ്ങളെ വേർതിരിക്കുന്നു. മുൻപ് മാലിന്യം തള്ളിയിരുന്ന പ്രദേശത്തെ ചീരൻചിറ SHGയുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത്. റോഡരികിൽ ഇരിപ്പിടങ്ങളും CCTV ക്യാമറകളും സ്ഥാപിച്ചു. മികച്ച സായാഹ്ന വിശ്രമ കേന്ദ്രമാക്കി ഇടത്തറക്കടവിനെ മാറ്റുവാൻ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ശ്രമിക്കണമെന്ന് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചീരൻചിറ നാലുനാക്കൽ റോഡിലാണ് ഇടത്തറക്കടവ് ഭാഗം. 60 വർഷത്തിലേറെ പഴക്കമുള്ള ഇടത്തറക്കടവ് പാലമാണ് സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. എന്നാൽ പാലത്തിന്റെ താഴെയുള്ള കോൺക്രീറ്റ് ഭാഗം അടർന്നു വീഴുകയാണ്. ഇരുമ്പ് കമ്പികളും പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്നു. പാലത്തിന് താഴെ കടവിലേക്ക് ഇറങ്ങുവാൻ പണ്ട് കൽപ്പടവുകൾ ഉണ്ടായിരുന്നു. ഇനി പടവുകൾ കാണില്ല. പണ്ട് ആലപ്പുഴയിൽ നിന്നും വള്ളത്തിൽ ഇടത്തറക്കടവ് തോട്ടിലൂടെ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. കപ്പ, ചേന തുടങ്ങിയ വിളകൾ ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നു. കൽപ്പടവുകൾ വീണ്ടെടുത്ത പഴയ തനിമ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. ഇടത്തറക്കടവ് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശമായിരുന്നു, വാണിജ്യ കേന്ദ്രം തന്നെയായിരുന്നു. പണ്ട് കാലങ്ങളിൽ ആലപ്പുഴ പോലുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് സാധനങ്ങളുമായി ഇങ്ങോട്ട് വരികയും തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള സാധനങ്ങൾ, ചക്ക, കപ്പ, അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനങ്ങളുടെ എന്ന് പറഞ്ഞാൽ ടിപ്പറ് അങ്ങനെയുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം ഈ നമ്മുടെ വള്ളത്തിന് വലിയ പ്രാധാന്യമില്ലാതെയും ഈ ഇടത്തറക്കടവ് നശിച്ചു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പണ്ട് കാലങ്ങൾ വേനൽക്കാലങ്ങളിൽ ഈ പ്രദേശത്തെ കോളനി നിവാസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടായിരുന്നു ഇത്. കാരണം ആ സമയത്തൊക്കെ വെള്ളം പറ്റുന്ന സമയത്തൊക്കെ ഈ തോട്ടിൽ വന്ന് കുളിക്കുകയും അവരുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഈ പ്രദേശത്തേക്ക് അനേകം കൽപ്പടവുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പടവുകളെല്ലാം നശിച്ച്
ഇല്ലാതായി പോയി തീർന്നു. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഒരു 25 വർഷം മുമ്പ് വരെ ഈ തോട് ഈ കൃഷിയിൽ ഈ പ്രദേശത്ത് എല്ലാ കൃഷികളുണ്ടായിരുന്നു, നെൽകൃഷികൾ. അതുകൊണ്ട് തോടുകളും വരമ്പുകളും എല്ലാം സംരക്ഷിക്കുമായിരുന്നു. പക്ഷേ കൃഷിയില്ലാതെ വന്നപ്പോഴത്തേക്കിന് ഈ തോടുകളുമില്ല, വരമ്പുമില്ല, എല്ലാം നശിച്ചു കിടക്കുക. പാടത്തിന് സമീപത്തെ ബണ്ട് റോഡ് ശോച്യാവസ്ഥയിലാണ്. പല ഭാഗങ്ങളും മൂടിപ്പോയി. ബണ്ട് ബലപ്പെടുത്തി പുനർനിർമ്മിച്ചാൽ പ്രഭാത സായാഹ്ന സവാരിക്ക് അനുയോജ്യമാകും. ഇവിടെ കൂടുതൽ കാഴ്ചകൾ ആസ്വദിക്കാം. ചൂണ്ടയിടാനും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകും. ഇതിനു പുറമെ തരിശുപാടത്ത് നെൽകൃഷി പുനരാരംഭിക്കാനുള്ള പദ്ധതി വേണമെന്നും പെഡൽ ബോട്ട് സൗകര്യം, ഓപ്പൺ മിനി ജിം, ചൂണ്ടയിടുന്നതിനുള്ള സ്പോട്ട് തുടങ്ങിയ സൗകര്യങ്ങളും വേണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. KSRTC ബജറ്റ് ടൂറിസം സെൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ബസ്സുകൾ കിതയ്ക്കുകയാണ്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സുകളുടെ ചിത്രങ്ങൾ വെച്ച് പരസ്യപ്പെടുത്തി ഹിൽ സ്റ്റേഷനുകൾ, കായലുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നതിന് താങ്ങാനാവുന്ന ബജറ്റിലുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് നിലവിലെ ഉല്ലാസയാത്ര എന്ന ആക്ഷേപം ഉയരുകയാണ്. KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ നിന്നുള്ള പ്രത്യേക സേവനങ്ങളിലൂടെ സുഖകരവും ബജറ്റിന് അനുയോജ്യമായതുമായ പാക്കേജ് ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് KSRTC ബജറ്റ് ടൂറിസം സെൽ. തുടക്കത്തിൽ ജനപ്രിയവും വരുമാനം ലഭിക്കുന്ന പദ്ധതിയുമായിരുന്നു ഇത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സുകളുടെ ചിത്രങ്ങൾ വെച്ച് പരസ്യപ്പെടുത്തി ഹിൽ സ്റ്റേഷനുകൾ, കായലുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് താങ്ങാവുന്ന ബജറ്റിലുള്ള പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് നിലവിലെ ഉല്ലാസയാത്ര പലതും. അവധിക്കാലമായതിനാൽ തിരക്ക് വർദ്ധിച്ചു. ഇതോടെ ഉല്ലാസയാത്ര പലപ്പോഴും ദുരിതയാത്രയാകുന്നു. ഉല്ലാസയാത്ര എന്ന ബോർഡ് വെച്ചുകൊണ്ട് കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളാണ് പല ഡിപ്പോകളും യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. ബസ്സുകൾ കേടായി സഞ്ചാരികൾ അർദ്ധരാത്രിയിൽ പെരുവഴിയിലാകുന്നത് ഇപ്പോൾ പതിവാവുകയാണ്. ആഹാരം ഉൾപ്പെടെയുള്ള പാക്കേജ് ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സഞ്ചാരികളാണ് പലപ്പോഴും ഭക്ഷണം കഴിച്ചതിന്റെ പണം അടയ്ക്കേണ്ടത്. സഞ്ചാരികളുടെ അഭിരുചി, ആരോഗ്യസ്ഥിതി എന്നിവ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് അവസരവുമില്ല. ഒരു ബസ്സിലെത്തുന്ന എല്ലാവർക്കും ഒരേ ആഹാരവും ഒരേ തുകയും ഹോട്ടലുകൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അൺലിമിറ്റഡ് ഫുഡ് എന്ന പേരിൽ ഇതൊരു ചൂഷണവും കൊള്ളയുമായി മാറുന്നു. കഴിഞ്ഞ ദിവസവും തിരുവല്ലയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ഉല്ലാസയാത്ര ബസ് ബ്രേക്ക് ഡൗൺ ആയതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അനുഭവിച്ചത് വളരെ മോശമായ സാഹചര്യം. ശനിയാഴ്ച രാവിലെ 4:30 എടത്വായിൽ നിന്ന് മൂന്നാറിലേക്ക് പുറപ്പെട്ട ഉല്ലാസയാത്രാ ബസ്സിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീതി കുറഞ്ഞ റോഡിലൂടെ ബസ് മൂന്നാറിലേക്ക് വളവ് തിരിഞ്ഞ് കയറുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ പിൻഭാഗത്ത് ഇടതുവശത്തുള്ള കേബിൾ എടുത്ത കുഴിയിൽ ബസ് താന്നു. കൊക്കയിലേക്ക് മറിയുവാൻ സാധ്യതയുണ്ടായിരുന്ന ബസ് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തത്തിൽ നിന്നും ഒഴിവായി. ബസ്സിലെ യാത്രക്കാർ നിലവിളിച്ചതോടെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടത്തിലെ ഫാക്ടറിയിൽ നിന്ന് ജീവനക്കാർ എത്തി. പിന്നീട് എസ്റ്റേറ്റ് ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് എത്തിച്ച ട്രാക്ടർ, ഇരുമ്പ് ചങ്ങല എന്നിവ ഉപയോഗിച്ച് 1 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ബസ് കുഴിയിൽ നിന്നും ഉയർത്തുകയായിരുന്നു. ബസ്സിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് ഉല്ലാസയാത്ര ഇതിൽ തന്നെ തുടർന്നു. ബജറ്റ് ടൂറിസം എന്ന പേരിൽ ജനങ്ങളെ ആകർഷിക്കുമ്പോൾ നിരത്തിലിറക്കേണ്ടത് നല്ല ബസ്സുകളാണെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനഹൃദയങ്ങൾ കീഴടക്കി ആലപ്പുഴ ബീച്ചിലെ വണ്ടർ ഫാൾസ് എക്സിബിഷൻ. അവധി ദിവസങ്ങളിൽ എക്സിബിഷൻ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. തിരക്ക് വർദ്ധിച്ചതോടെ ഈ മാസം 24 വരെ എക്സിബിഷൻ തുടരാനാണ് സംഘാടകരുടെ തീരുമാനം. ഇപ്പോൾ ഉത്സവ പ്രതീതിയിലാണ്. വിശാലമായ കടപ്പുറത്തൊരുക്കിയ വണ്ടർ ഫാൾസ് എക്സിബിഷൻ കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഒഴുകിയെത്തുകയാണ്. 200 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ മറ്റൊരു ലോകത്തേക്കാണ് എത്തുന്നത്. ഇരുവശങ്ങളിലുമായി ക്രമീകരിച്ചിട്ടുള്ള കൃത്രിമ വെള്ളച്ചാട്ടം തന്നെയാണ് പ്രധാന ആകർഷണം. കടുത്ത വേനൽ ചൂടിൽ നിന്ന് മുക്തി നേടാൻ വെള്ളച്ചാട്ടത്തിന് താഴെ കുളിക്കുന്നവർ നിരവധിയാണ്. തട്ടുപൊളിപ്പൻ ഗാനങ്ങളുടെ അകമ്പടി കൂടിയാവുമ്പോൾ പ്രത്യേകമായ ഒരു മൂഡിലേക്കെത്തും കാണികൾ. വെള്ളച്ചാട്ടവും കടന്ന് മുന്നോട്ട് പോയാൽ കാണാനാവുക സെൽഫി പോയിന്റുകളാണ്. സിനിമാ സെറ്റുകളെ ഓർമ്മപ്പെടുത്തും വിധമാണ് അവ ഒരുക്കിയിട്ടുള്ളത്. കൃത്രിമ പൂക്കൾ കൊണ്ടൊരുക്കിയ മിറക്കിൾ ഫ്ലവർ ഗാർഡനും ആകർഷകമാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആന, വിമാനം, പക്ഷികൾ തുടങ്ങിയ രൂപങ്ങളോട് ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതിനും വലിയ തിരക്കുണ്ട്.
പല വർണ്ണങ്ങളിലുള്ള വൈദ്യുത അലങ്കാരങ്ങൾ കൊണ്ട് എല്ലായിടവും മനോഹരമാക്കിയിരിക്കുന്നു. അടുക്കള ഉപകരണങ്ങൾ മുതൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ വരെ വിൽക്കുന്ന 50-ലേറെ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് തുടങ്ങിയവയുമുണ്ട്. 200 രൂപയാണ് എൻട്രി ഫീസെങ്കിലും 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ജയിന്റ് വീൽ, യന്ത്ര ഊഞ്ഞാൽ എന്നിവ ആസ്വദിക്കുന്നതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്തതിനാൽ കുട്ടികൾക്കും ഹരമായി മാറുകയാണ് വണ്ടർഫാൾസ് എക്സിബിഷൻ. തിരക്ക് വർദ്ധിച്ചതോടെ ഈ മാസം 24 വരെ എക്സിബിഷൻ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം സർവീസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യുവതയ്ക്കൊരു കൈത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. MSS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ നജീബ് അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ MS അസ്ലം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഡ്വക്കേറ്റ് കെ നജീബ്, MSS ആക്ടിംഗ് സെക്രട്ടറി R നവാസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KS മുഹമ്മദ് ഹാജി, അബ്ദുൽ ലത്തീഫ് ഹാജി, OK അഷ്റഫ്, സെക്രട്ടറിമാരായ അൻസാരി A, ENS നവാസ്, ഹക്കീം മുഹമ്മദ് രാജ, ജില്ലാ ട്രഷറർ M ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം കോച്ചേരി ചെമ്പകശ്ശേരി തോട് വൃത്തിയാക്കി നാട്ടുകാർ. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി JCB ഉപയോഗിച്ച് തോട്ടിലെ പോള വാരിയിരുന്നെങ്കിലും പിന്നീട് നീരൊഴുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി തോട് ശുചീകരിച്ചത്. പഞ്ചായത്ത് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ശുചീകരിക്കുന്ന തോടുകൾ സംരക്ഷിക്കുവാൻ പൊതുജനങ്ങളും മുന്നിട്ടിറങ്ങിയാൽ തോടുകളിലെ പോളയും മാലിന്യവും നീക്കി ഒഴുക്ക് സുഗമമാകുമെന്ന് നെടുമുടി പഞ്ചായത്ത് 9ാം വാർഡ് അംഗം മാത്യു ആന്റണി പറഞ്ഞു. പോള കിളുത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ട് അത് വീണ്ടും തെളിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഭാരിയ തോട്ടിലെ എല്ലാ പ്രദേശവാസികളും ഇറങ്ങി ഇങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ തോടെന്നും നന്നായി കിടക്കും. ഇല്ല, ഇത് കുറച്ച് നമ്മൾ ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പടന്ന് തോട്ടിലോട്ട് ഇറങ്ങുകയും വീണ്ടും പൂർവ്വസ്ഥിതി എത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരും വാരിയ തോട്ടിലെ പോള പിന്നെ വളരാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ലഭിച്ച ദേശീയ അംഗീകാരത്തിൽ വലിയ സന്തോഷമെന്ന് സ്ഥാപന മേധാവി ഡോക്ടർ M സുരേന്ദ്രൻ. 2025 മികച്ച ഗവേഷണ കേന്ദ്രമായാണ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. ചങ്ങനാശ്ശേരിയിൽ 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 7 പേർക്ക് പരിക്ക്. 2 അപകടങ്ങളും ഉണ്ടായത് ഞായറാഴ്ച രാത്രിയിൽ. AC റോഡിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ഗുരുതര പരിക്ക്. പത്തനംതിട്ട ഓമല്ലൂരിൽ തെരുവുനായ ആക്രമണം. 3 വയസ്സുകാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച് തെരുവുനായ. കണ്ണിന് ഗുരുതര പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.